ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 112ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ ഇയ്യോബ് 9 മുതൽ 12 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 23 അധ്യായം. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ശരീരത്തിലെ ഒരു അവയവത്തിന്റെ പേരും യുദ്ധം എന്നർത്ഥമുള്ള ഒരു പദവും ചേർന്ന ഒറ്റ പദം ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ശരീരത്തിലെ ഒരു അവയവത്തിന്റെ പേരും യുദ്ധം എന്നർത്ഥമുള്ള ഒരു പദവും ചേർന്ന ഒറ്റ പദം ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യഹോവ കൊള്ളയായി കൊണ്ടുപോകുന്നത് ആരെയൊക്കെ? യഹോവ കൊള്ളയായി കൊണ്ടുപോകുന്നത് ആരെയൊക്കെ? മൂന്നാമത്തെ ചോദ്യം, പണ്ഡിതന്മാർ, ജ്ഞാനികൾ, ബുദ്ധിമാന്മാർ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദം, ഈ പദം ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ, ഏതാണ്? പണ്ഡിതന്മാർ, ജ്ഞാനികൾ, ബുദ്ധിമാന്മാർ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദം, ഈ പദം ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ, ഏതാണ്? നാലാമത്തെ ചോദ്യം, ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലനാമം പാഠഭാഗത്തുണ്ട്, ചെളിയുള്ള ഗർത്തം എന്നർത്ഥം, ഏതാണ്? ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലനാമം പാഠഭാഗത്തുണ്ട്, ചെളിയുള്ള ഗർത്തം എന്നാണ് അതിന്റെ അർത്ഥം, ഏതാണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചപ്പോൾ മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും പറഞ്ഞ ഒരു വാചകം പാഠഭാഗത്ത് ഒരു കൂട്ടർ പൗലോസിനെ കുറിച്ച് പറഞ്ഞു, എന്താണ് ആ വാചകം? കൂട്ടർ ആര്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചപ്പോൾ മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും പറഞ്ഞ ഒരു വാചകം പാഠഭാഗത്ത് ഒരു കൂട്ടർ പൗലോസിനെ കുറിച്ച് പറഞ്ഞു, എന്താണ് ആ വാചകം? കൂട്ടർ ആര്? ഓക്കെ, എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോ ഇതിന്റെ ആൻസേഴ്സ് അയക്കേണ്ടത് അറിയാലോ. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരവും അതുപോലെ റെഫറൻസ് വാക്യവും കൂടെ ചേർത്താണ് നിങ്ങളിത് അയക്കേണ്ടത്. ഇതിന്റെ ശരി ഉത്തരം നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി ഉത്തരവുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും നാളെ കാണാം. Till then, it's me, Angel, signing off. Bye and take care.